ഇപ്പോൾ മറ്റു പമ്പിനെ അപേക്ഷിച്ചിട്ട് 3 രൂപ ജിയോ പമ്പിൽ കുറവുള്ളത് കൊണ്ട് പെട്രോള് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള പമ്പിനേക്കാളും മറ്റേ ജിയോ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ജിയോ പമ്പിൽ പറഞ്ഞ പെട്രോള് ടെർമിനലിന് ഒരു പമ്പിലേക്ക് പെട്രോൾ വരുമ്പോൾ നമ്മൾ അതിനെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി നമ്മൾ നോക്കാറുണ്ട്. 1 ലിറ്ററിന് പെട്രോളിന് 3 റുപ്യ കുറവാട്ടോ. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് കാണാം. ഏതായാലും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ അരീക്കാടുള്ള ജിയോ പെട്രോൾ പമ്പിലാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ. അപ്പോൾ 1 ലിറ്ററിന് 3 റുപ്യാണ് കുറവ്. അപ്പോൾ ബാഗ് ഇങ്ങോട്ട് വന്നോളി, എന്നിട്ട് ടാങ്കൊക്കെ ഫുള്ളാക്കി പേക്കോളി. നല്ല ലാഭമുണ്ട് കേട്ടോ. അപ്പോൾ 200 റുപ്യക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് ബമ്പർ സമ്മാനമായിട്ട് 20 ആൾക്കാർക്ക് SUV കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് നിരവധി സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ അവിടെ. അപ്പോൾ അത് നമ്മളെ കോഴിക്കോടിലേക്കുള്ള ദേശീയപാത കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ അരീക്കാടാണുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പമ്പ് വരുന്നത്. അപ്പോൾ ഏതായാലും ഓഫറുകളൊക്കെ മാക്സിമം മുതലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഈ ഡിസംബർ 31 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഓഫറുകൾ. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ. പിന്നെ റിലയൻസ് പെട്രോളിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള എണ്ണയാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്നത്. അതായത് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഡീസലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇപ്പോൾ ജിയോൻ്റെ പമ്പുകളിൽ 3 രൂപൻ്റെ കുറവുള്ളത് കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു മെച്ചമുണ്ട്. കാരണം നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ നല്ലൊരു മെച്ചമുണ്ട്. 3 രൂപൻ്റെ കുറവ്. 3 രൂപൻ്റെ കുറവ് കൂടുതൽ പെട്രോളൊക്കെ അടിക്കുമ്പോൾ കൂടുതൽ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ ഏൺ ചെയ്യാൻ പറ്റും. മറ്റു പമ്പിനെക്കാട്ടിയും ഒരു 3 രൂപ കുറവാണല്ലോ. അപ്പോൾ ഇത് 10 to 5 ആക്കുന്നതിന് പകരം ഇവർക്ക് 24 hour ആക്കിക്കൂടെ എന്നുള്ളൊരു സജഷൻ ഉണ്ട്. പിന്നെ ജിയോൻ്റെ ഈ പെട്രോള് ഇതിനൊരു എക്സ്ട്രാ പെർഫോമൻസും ഒരു എക്സ്ട്രാ മൈലേജൊക്കെ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റു പമ്പ് പോകാതെ ഇവിടെ വന്നിട്ട് അടിക്കുന്നത്. അഭിപ്രായം നല്ല കിട്ടലാണ്. കാരണം മറ്റുള്ളവർക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് 3 റുപ്യേനെ കൊണ്ട് പെട്ടെന്ന് പിന്നെ പെട്രോൾ അടിച്ചു കിട്ടും. പിന്നെ അതുപോലെ കാറ്റും ഇവിടെ ഫ്രീ ആണ്, ഹെയർ ഫ്രീ ആണ്. പിന്നെ പോരാത്തതിന് ഒരു 5 ലിറ്റർ 10 ലിറ്റർ അടിക്കുമ്പോൾ ഒരു അത്യാവശ്യം അതെ നമുക്ക് സേവിങ് അല്ലേ? അതുണ്ട്. അത് നമ്പർ കൊടുക്കലുണ്ട് മിക്ക. ചിലപ്പോൾ പറയാൻ പറ്റില്ല, SUV ഒക്കെ ആവും കിട്ടുക. അതെ അതെ ഈ സാധനമൊക്കെ മാറിപ്പോകും. അതെ 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 സത്യം. അതെ നമ്മൾ ജിയോ പമ്പിൽ പറഞ്ഞ പെട്രോള് ടെർമിനലിന് ഒരു പമ്പിലേക്ക് പെട്രോൾ വരുമ്പോൾ നമ്മൾ അതിനെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി നമ്മൾ നോക്കാറുണ്ട്. ഡെൻസിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അൺലോഡ് ചെയ്യാറ് ഒരു പമ്പിനകത്ത്. അത് അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെയിലി ഒരു എല്ലാ ജിയോ പമ്പിനകത്ത് നമ്മൾ 6 മണിക്ക് ഒരു പമ്പ് ടെസ്റ്റ് നടത്തി നോക്കാറുണ്ട്. ഈ പമ്പ് പറഞ്ഞാൽ മെയിൻചന്ത വന്നാൽ നല്ലളം പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഹുണ്ടായി ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ആണ്. 24 hours ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കനും കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം.